ഇതാ കുരിശുമരം, ഇതിലാണ് ലോകൈക രക്ഷകൻ മരണം വരിച്ചത് മന്നിനായി. വരുവിൻ, വണങ്ങാം, ആരാധിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ. യഹൂദരോടുള്ള ഭയം നിമിത്തം യേശുവിൻ്റെ രഹസ്യ ശിഷ്യനായി കഴിഞ്ഞിരുന്ന അരമത്യാക്കാരൻ ജോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. അവൻ വന്ന് ശരീരം എടുത്തു മാറ്റി. യേശുവിനെ ആദ്യം രാത്രിയിൽ ചെന്ന് കണ്ട നിക്കോദെമോസും അവിടെ എത്തി. മീറയും ചെന്നിനായകവും ചേർന്ന ഏകദേശം 100 റാത്തൽ സുഗന്ധദ്രവ്യവും അവൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദരുടെ ശവസംസ്കാര രീതി അനുസരിച്ച് സുഗന്ധദ്രവ്യങ്ങളോടുകൂടെ കച്ചയിൽ പൊതിഞ്ഞു. അവൻ ക്രൂശിക്കപ്പെട്ട സ്ഥലത്ത് ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആ തോട്ടത്തിൽ അതുവരെ ആരെയും സംസ്കരിച്ചിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയും ഉണ്ടായിരുന്നു. യഹൂദരുടെ ഒരുക്കത്തിൻ്റെ ദിനമായിരുന്നതിനാലും കല്ലറ സമീപത്തായിരുന്നതിനാലും അവർ യേശുവിനെ അവിടെ സംസ്കരിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിക്കുകയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി കുരിശിനെ നൽകുകയും ചെയ്ത ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് 2025 ഏപ്രിൽ 18 ദുഃഖവെള്ളി. പരിഹാസത്തിൻ്റെയും ശിക്ഷയുടെയും പ്രതീകമായിരുന്ന കുരിശ് രക്ഷയുടെ പ്രതീകമാകുകയാണ് ഈശോ മൂലം. The cross is problem, but the crucifix is a solution. കുരിശൊരു പ്രശ്നമായിരുന്നു, ക്രൂശിതൻ ഒരു പരിഹാരമാവുകയാണ്. ഈ കുരിശ് കാൽവരിയിൽ ഉയർത്തപ്പെട്ട കുരിശ്. നമുക്കറിയാം, കാൽവരിയിൽ 3 കുരിശുകളാണ്. ഈശോയുടെ വലതുവശത്ത് ക്രോസ് ഓഫ് റിപ്പൻറ്റൻസ്, അനുരഞ്ജനത്തിൻ്റെ കുരിശ്. ഈശോയുടെ ഇടതുവശത്ത് ക്രോസ് ഓഫ് റിജക്ഷൻ, തിരസ്കരണത്തിൻ്റെ കുരിശ്. ഈശോ വഹിച്ച കുരിശ്, ഈശോ മരിച്ച കുരിശ്, ക്രോസ് ഓഫ് റിഡംഷൻ, രക്ഷയുടെ കുരിശ്. ഈ കുരിശിന് താഴെയാണ് ഈ ദുഃഖവെള്ളിയാഴ്ച നമ്മൾ പരിശുദ്ധ അമ്മയോടൊപ്പം, വ്യാകുലയായ പരിശുദ്ധ അമ്മയോടൊപ്പം നിദ്രയിലേക്ക് വീഴുക. ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് എല്ലാ തിന്മകളെയും ആട്ടിപ്പായിക്കാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ ബന്ധനങ്ങളെയും നമുക്ക് ആട്ടിപ്പായിക്കാം. ഈ കുരിശിൽ നിന്നും ഒഴുകുന്ന രക്തത്താൽ വിശുദ്ധീകരിക്കപ്പെടട്ടെ. ഈ കുരിശിന് ചുറ്റുമുള്ള ഈശോയുടെ മുൾമുടിയാൽ നമ്മൾ കോട്ടകെട്ടി സംരക്ഷിതരാകട്ടെ. പലപ്പോഴും മിഷൻ പ്രവർത്തനങ്ങൾക്ക് പോകുമ്പോൾ തിരുസഭയുടെ ഒരു പാരമ്പര്യം ഇങ്ങനെയാണ്. ചെല്ലുന്ന മിഷണറിമാർ ആ നാട്ടിൽ മണ്ണിൽ കാലുകുത്തുക, കുരിശും പിടിച്ചുകൊണ്ടാണ്. ആ കുരിശിനെ ആ നാടിൻ്റെ, ആ ദേശത്തിൻ്റെ, പ്രപഞ്ചം മുഴുവൻ്റെയും 4 ദിക്കുകളിലേക്ക് ആ കുരിശ് വെച്ച് ആശീർവദിച്ചാണ്, ആ കുരിശിന് സമർപ്പിച്ചാണ്, ആ കുരിശിൻ്റെ രക്ഷയിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ടാണ് ഈശോയെ പ്രഘോഷിക്കാൻ തുടങ്ങുക. ഈ പ്രത്യാശയുടെ വർഷത്തിൽ, ഈ ദുഃഖവെള്ളിയാഴ്ച, ഈ രാത്രി നമുക്ക് ഈ കുരിശിന് താഴെയായിരിക്കുമ്പോൾ ഈ ബോധ്യങ്ങളുണ്ടാകട്ടെ. ഈ കുരിശിൽ നിന്നും ഒഴുകുന്ന ഓരോ വിശ്വാസവും വചനങ്ങളും, വിശ്വാസവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയും അത് നമുക്ക് സൗഖ്യമായും നമ്മുടെ മാതൃകയും വഴികാട്ടിയായും തിരുവചനങ്ങളായും നമുക്ക് ചേർത്ത് വെക്കാം. നമുക്കറിയാം, ഈശോ കുരിശിൽ നിന്ന് 7 മൊഴികൾ, സപ്തവചനങ്ങൾ പറയുന്നുണ്ട്. പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവരറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇതാണ് കുരിശിലെ ഈശോയുടെ ആദ്യത്തെ പ്രാർത്ഥന. ഈ കുരിശിനെ ആരാധിക്കുവാനായിട്ട്, ഈ കുരിശിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാനായിട്ട്
ഇന്ന് നമ്മളായിരിക്കുമ്പോൾ നമ്മൾ ഈ കുരിശിലെ ആദ്യ വചനം തന്നെ നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കേണ്ടതില്ലേ? ഇന്ന് ലോകത്തിൽ ഉടനീളം കാണുന്നതാണ്. ഒന്ന് ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ പല രീതിയിലുള്ള കൊലപാതകങ്ങൾ, പല രീതിയിലുള്ള സംഘർഷങ്ങൾ, പല രീതിയിലുള്ള അപകടങ്ങളൊക്കെ വന്നു നിറയുന്നത്. മക്കളും മാതാപിതാക്കളും തമ്മിൽ, ജീവിത പങ്കാളികൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ, സമൂഹങ്ങൾ തമ്മിൽ, രാജ്യങ്ങൾ തമ്മിൽ ഒക്കെ നമുക്കിന്ന് ക്ഷമിക്കാൻ കഴിയാതെ പോയ നിമിഷങ്ങൾ. ഒരു വലിയ മുറിവാണ്. ഈ മുറിവിനെ സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഈ കുരിശിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം. ഈശോ പറയുന്നുണ്ട്, കുരിശിൽ ഈ വചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, അവിടെ നീയും ഇന്ന് എന്നോടുകൂടെ പറുദീസയിലായിരിക്കും. ഈ രണ്ടാമത്തെ തിരുമൊഴി ഇതാണ്. എന്നെ സ്വീകരിക്കുന്ന ഈശോ, എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത ഈശോ ഈ കുരിശിൽ കിടന്നുകൊണ്ട് എന്നെയും സ്വാഗതം ചെയ്യുകയാണ്. ആ കുരിശിലേക്ക് നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഒരുപാട് നമ്മുടെ പാപം നിറഞ്ഞ അവസ്ഥകളെ തമ്പുരാൻ്റെ മുമ്പിലേക്ക്, ഈ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിച്ചുകൊണ്ട് രക്ഷ പ്രാപിക്കാം. വീണ്ടും നാം കാണുന്നുണ്ട് ഈശോ കുരിശിൽ നിന്നും അരുളി ചെയ്യുന്ന വചനം, ഇതാ നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ. ഈ ഒരു ആഗോള സ്വീകരണം, എല്ലാവരിലേക്കും ഒരു മാതൃത്വം കണ്ടെത്തി അവരെ സ്വീകരിക്കുവാനായിട്ട്, ഒരു മകനായി കണ്ടുകൊണ്ട് എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു തിരുവചനം നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കാം. വീണ്ടും നമ്മൾ കാണുക, ദൈവമേ എന്തുകൊണ്ട് നീ എന്നെ ഉപേക്ഷിച്ചു. സങ്കീർത്തകനോടൊപ്പം ഈശോനാഥൻ പ്രാർത്ഥിച്ച കുരിശിലെ വചനമാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തെ വിളിക്കുവാനായിട്ടും ഉപേക്ഷിക്കപ്പെടുന്ന അവസ്ഥയിലും ദൈവത്തെ വിട്ടുകളയാതെ ദൈവത്തിലേക്ക് സ്വയം അർപ്പിക്കുവാനായിട്ടുള്ള കൃപ ഈ കുരിശിൽ നിന്ന് നമുക്ക് സ്വീകരിക്കാം. ഈശോ വീണ്ടും പറയുന്നുണ്ട്, എനിക്ക് ദാഹിക്കുന്നു. ഈശോയുടെ ദാഹം എനിക്ക് നിങ്ങൾക്കും വേണ്ടിയുള്ള ദാഹമായിരുന്നു. ആ ഈശോയിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവിടുത്തെ ദാഹം. നമ്മുടെ ഓരോരുത്തരുടെയും രക്ഷയായിരുന്നു ഈശോയുടെ ദാഹം. ഈ ലോകം മുഴുവൻ്റെയും രക്ഷയാണ് ഈശോയുടെ ദാഹം. ആ ദാഹം ശമിപ്പിക്കുവാനായിട്ട് നമ്മളെ തന്നെ പൂർണ്ണമായി വിശുദ്ധീകരിക്കുവാനായി നമുക്ക് വിട്ടുകൊടുക്കാം. ഈശോ പറയുന്നു, എല്ലാം പൂർത്തിയായി. പിതാവ് പുത്രനെ ഏൽപ്പിച്ച എല്ലാ ദൗത്യവും പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നാം ജീവിക്കുമ്പോൾ ഈശോയുടെ പീഡകൾക്ക്, ഈശോയുടെ മരണത്തിന് അർത്ഥമുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാം. അവസാനം നമ്മൾ പറയുന്നു, എന്നും പ്രാർത്ഥിക്കുന്നുണ്ട്, ഇൻ യുവർ ഹാൻഡ്സ് ലോർഡ്. കർത്താവെ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ കുരിശിൽ ഭരിക്കുകയാണ്. ഇതാണ് കുരിശ്. കുരിശാണ് രക്ഷ. കുരിശിലാണ് രക്ഷ. കുരിശ് നമിച്ചിടുന്നു. കുരിശെ അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. രക്ഷയുടെ കുരിശെ ഞങ്ങൾ പുൽകുന്നു. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കുരിശിൽ മരത്തിലൂടെ വന്ന പാപം മരത്താൽ ഇതാ അവസാനിക്കുന്നു. മരത്തിലൂടെ വന്ന മരണം ഇതാ മരത്താൽ ഇന്ന് മാറ്റപ്പെടുകയാണ്. ഈ കുരിശിൻ്റെ ആരാധനയ്ക്കായി നമ്മെ തന്നെ, നമ്മുടെ കുടുംബത്തെയും, നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും, നമ്മുടെ ദേശത്തെയും, നമ്മുടെ ഭവനങ്ങളായിരിക്കും നമ്മൾ വസിക്കുന്ന ഇടങ്ങളുടെ എല്ലാ 4 അതിർത്തികളും ഈ കുരിശിനാൽ ആശീർവദിക്കപ്പെടും. വ്യാകുലയായ പരിശുദ്ധമ്മയോടൊപ്പം ഈ കുരിശിൻ്റെ ചുവട്ടിൽ നമുക്ക് ഉദ്യതിനു വേണ്ടി പ്രത്യാശയോടെ ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ, ആഴി തന്നഗാധത്തേക്കാൾ അനന്തമാം കാരുണ്യമേ. വരുവിൻ വണങ്ങാം, ആരാധിക്കാം. കുരിശാണ് രക്ഷ, കുരിശിലാണ് രക്ഷ. കുരിശ് നമിച്ചിടുന്നു. ക്രൂശിതനോടൊപ്പം നമുക്ക് നിദ്രയിലേക്ക് പ്രവേശിക്കാം. ശുഭമായ ഒരു ദിനം നിങ്ങൾക്കെല്ലാവർക്കും ആശംസിക്കാം. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യ
കാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമദിവ്യ കാരുണ്യമേ അനന്ത സ്നേഹമേ